നിങ്ങളുടെ പുഞ്ചിരിക്ക് ഇനി ഞങ്ങളുടെ കരുതൽ. അത്യാധുനിക സൗകര്യങ്ങളോടെ LQ ഡെന്റൽ ലോഞ്ച് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന് നിർവശം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനവും മിതമായ നിരക്കിൽ മികച്ച ദന്തചികിത്സയും ഇനി കുളത്തൂപ്പുഴയിൽ. നാട്ടിലിറങ്ങി മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന കാട്ടുപോത്തും കാട്ടാനയും ഉൾപ്പെടുന്ന വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് തുരത്താൻ വനം വകുപ്പ് ചൊവ്വാഴ്ച ജനകീയ പങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ച മിഷൻ വൈൽഡ് ലൈഫ് ഡ്രൈവ് വൻ വിജയമെന്ന് വനം വകുപ്പും നാട്ടുകാരും. അഞ്ചൽ റേഞ്ചിലെ കുളത്തൂപ്പുഴ 16 ഏക്കർ മരുതിമൂട് ഭാഗങ്ങളിലാണ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയത്. രാവിലെ പുനലൂർ MLA C അജയപ്രസാദ് മിഷൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യജീവനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ആ മനുഷ്യജീവൻ്റെ ആ ഒരു കരുതൽ ഇനി ആവശ്യമാണ്. അങ്ങനെ മനുഷ്യൻ്റെ ജീവനും മനുഷ്യൻ്റെ സ്വത്തിനും മനുഷ്യൻ്റെ കൃഷിക്കുമെല്ലാം ഒരു കരുതൽ കൊടുത്തുകൊണ്ട് ഫോറസ്റ്റ് വകുപ്പ് നല്ല ഒരു പരിപാടിയാണ് ഡ്രൈവ് പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് 3 ടീമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതിൻ്റെ വാച്ചർമാരും എല്ലാം 3 ടീമായി 3 ഭാഗങ്ങളിലേക്ക് പോയി ഈ പോത്ത് കടന്നു വരുന്ന വഴികളിലേക്കുള്ള പോത്തും മറ്റ് വന്യജീവികളെയും അത് 6ന് അപ്പുറത്തേക്ക് കടത്തിവിടുക എന്നുള്ളതാണ് ഇപ്പോഴത്തുള്ള ഒരു ലക്ഷ്യം. എല്ലാ പോത്തുകളെയും എല്ലാ വന്യജീവികളെയും അങ്ങനെ ഈ ഒരു ദിവസം കൊണ്ട് കടത്തിവിട്ട് സുരക്ഷിതമാക്കാം എന്നുള്ള ഒരു ധാരണ നടപ്പിലാവട്ടെ, അത്രയും സന്തോഷം. എന്നാൽ ഒരു ദിവസം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ല. കാരണം ഫെൻസിങ് പൂർണ്ണമായി നമുക്ക് ഇടാൻ കഴിയണം. അത് ഏകദേശം പൂർത്തീകരിച്ചു എന്നാണ് DFO പറഞ്ഞത്. തുടർന്ന് വനംവകുപ്പ്, പോലീസ്, RRT, ജനപ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ളവരുടെ സഹകരണത്തോടെയുള്ള ഡ്രൈവ് ആരംഭിച്ചു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ S ദിവ്യ നേതൃത്വം നൽകി. അതായത് നമ്മളെ ജനവാസ മേഖലയിലേക്ക് തമ്പടിച്ചിട്ടുള്ള കാട്ടുപോത്തുകളെ തിരിച്ച് വനവാസ മേഖലയിലേക്ക് തിരിച്ചു വിടുന്ന ഒരു ഉദ്യമത്തിനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അതുപോലെ തന്നെ വനം വകുപ്പിന്റെയും കുളത്തൂപ്പുഴ പഞ്ചായത്തിന്റെയും മറ്റ് റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ പൊതുജനങ്ങളുടെയും സഹായ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഇന്നൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വൈൽഡ് ലൈഫും അതിനെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് സുരക്ഷിതമായി കയറ്റി വിടുക എന്നുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ എല്ലാവരും ഏറ്റെടുക്കുക. എല്ലാവരും ആ ഒരു റെസ്പോൺസിബിലിറ്റിയോടുകൂടി തന്നെ വിജയകരമായി ഒരു ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കട്ടെ. പിന്നെ ഇതിന് നമ്മൾ സ്റ്റാഫിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വനം വകുപ്പിലെയും അതുപോലെ തന്നെ PRT, PSS, റെസിഡൻസ് അസോസിയേഷൻ ഈ ഇത്രയും വിഭാഗങ്ങളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ളവയെ തിരികെ കാട്ടിലേക്ക് തുരത്തിയത്. തുടർന്ന് ഇനി കാട്ടുപോത്തുകൂട്ടം തിരികെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരാതിരിക്കാൻ നിർമ്മാണം പൂർത്തീകരിച്ച സൗരോർജ്ജ വേലി പൂർണ്ണമായും ചാർജ് ചെയ്തിടുകയും ചെയ്തു. പ്രദേശങ്ങളിൽ ജനകീയ പങ്കാളിത്തത്തോടെ വനംവകുപ്പിന്റെ നിരീക്ഷണവും ഉണ്ടാകും. രാവിലെ ആരംഭിച്ച ഡ്രൈവ് 2 മണിയോടെയാണ് പൂർത്തിയാക്കിയത്. ജനവാസ മേഖലയിൽ തമ്പടിച്ച 30ഓളം കാട്ടുപോത്തുകളെയാണ് തിരികെ കാട്ടിലേക്ക് തുരത്തിയത്. വരും ദിവസങ്ങളിൽ കൂടുതലിടങ്ങളിൽ ഡ്രൈവ് സംഘടിപ്പിക്കാനാണ് വനംവകുപ്പ് തീരുമാനം. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ. ഓണം ബമ്പറുമായി കൈരളി ജുവല്ലേഴ്സ്. ചിങ്ങമാസത്തിൽ കൈരളി ജുവല്ലേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. മഹീന്ദ്ര ഥാർ ബമ്പർ സമ്മാനമായി നേടൂ. 27 വർഷത്തെ സംശുദ്ധ പാരമ്പര്യമുള്ള കൈരളി ജുവല്ലേഴ്സിന് 2 പുതിയ അധ്യായങ്ങൾ കൂടി. നവീകരിച്ച കല്ലമ്പലം ഷോറൂം ഉദ്ഘാടനം ഓഗസ്റ്റ് 13-നും 7ാമത് മെഗാ ഷോറൂം ഓഗസ്റ്റ് 15-ന് അഞ്ചലിലും പ്രവർത്തനം ആരംഭിക്കുന്നു. പരിശുദ്ധിയുടെ പൊൻപ്രഭ കൂടുതൽ ഉയരങ്ങളിലേക്ക്.